ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് RSS സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബളയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഹോസബളയുടെ വാക്കുകളിലേക്ക്. दो शब्द जोड़े हैं, लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे, पहले प्रियम्बल में नहीं थे. उन दो शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? सेक्युलरिज्म का शब्द भारत संविधान में नहीं था, प्रस्तावना में जोड़ा है. विचार में होंगे सेक्युलरिज्म के, बाकी गवर्नमेंट पॉलिसीज में है, स्टेट पॉलिसी में है, वो अलग बात है. तो इन दो शब्दों को प्रस्तावना में जोड़ा. बाद में इसको निकालने के प्रयत्न हुआ नहीं है. चर्चा हुई, दोनों प्रकार के आर्गुमेंट्स हुए, तो क्या वो रहनी चाहिए प्रस्तावना में, ये विचार होना चाहिए. RSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. RSS നീക്കം ഭരണഘടനയെ തകർക്കാനുള്ള ദീർഘകാല കോൺസ്പിറസിയുടെ ഭാഗം എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ബി ദിലീപ് കുമാർ ഒരു ചേർന്നു. ദിലീപ്, അത് പരോക്ഷമായും അല്ലാതെയും അല്ലാത്ത പല നീക്കങ്ങളിലൂടെയൊക്കെ ഈ നീക്കങ്ങൾ RSSും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും നേരത്തെ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ RSSന്റെ ഒരു ഒഫീഷ്യൽ വക്താവ് വളരെ ആധികാരികമായി ഈ ഭേദഗതി ചെയ്ത് ഈ രണ്ട് വാക്കുകൾ എടുത്ത് കളയണം എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല എന്ന് തോന്നുന്നു. ദിലീപ്. ഹാഷ്മി, ഭരണഘടനയിൽ രണ്ട് വാക്കുകൾ സോഷ്യലിസവും മതേതരവും ഇത് കൂട്ടിച്ചേർത്തതാണ്. 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ, അടിയന്തരാവസ്ഥ കാലമായിരുന്നു അത്, ഇന്ദിരാഗാന്ധി ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഭരണഘടനയുടെ ശില്പികൾ വിഭാവനം ചെയ്ത ആമുഖത്തിൽ ഇത്തരം വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് RSS സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ഈ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ദത്താത്രേയ ഹൊസബാളെ. ഈ ഭരണഘടനയിൽ ഇത്തരം വാക്കുകൾ അത് ദുഷ്ടലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചേർത്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു പുനർവിചിന്തനത്തിൻ്റെ സമയമാണ്, ഒരു പരിശോധനയ്ക്കുള്ള സമയമാണിതെന്നും ദത്താത്രേയ ഹൊസബാളെ പറഞ്ഞു. ഏതാണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ ഒരു ഹർജി തള്ളിയതാണ്. 2024 അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ ഹർജി തള്ളിയിരുന്നത്. സോഷ്യലിസം, മതേതരത്വം ഈ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ പരാമർശിക്കുന്നത് പോലെ രാഷ്ട്രം ഒരു സാമ്പത്തിക ഘടന, ഒരു സമ്പദ് വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്നതല്ല എന്ന കാര്യം ഈ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന നിലയിലാണ് ഈ സോഷ്യലിസം എന്നത് ചേർത്തിട്ടുള്ളത്. മതനിരപേക്ഷതയെ സംബന്ധിച്ച്, മതേതരത്വത്തെ സംബന്ധിച്ച് സെക്യുലറിസം എന്ന വാക്കിന് പലപ്പോഴും അത് മതനിഷേധമെന്നോ മതനിരാസമെന്നോ ഒക്കെയുള്ള പരിഭാഷ പെടുത്താറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഓരോ പൗരൻ്റെയും മതസ്വാതന്ത്ര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകളുടെ കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ BJP ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതായത് വീണ്ടും പാർലമെൻറ്റിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നതിൻ്റെ സൂചനയാണ് RSSൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാളായ ദത്താത്രേയ ഹൊസബാളയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത്, നിയമരംഗത്തുള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി അന്ന് 1976 ഇന്ദിരാഗാന്ധി കൊണ്ടുവരികയും ഈ സോഷ്യലിസം, മതേതരം ഈ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന ചരിത്രമുണ്ട്. ആ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഈ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളെല്ലാം അതിൽ ഈ വാചകങ്ങൾ ഒഴിച്ചുള്ള സോഷ്യലിസവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തതൊഴികെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം റദ്ദാക്കുകയാണ്. 43, 44 ഭരണഘടനാ ഭേദഗതികളിലൂടെ റദ്ദാക്കുകയാണെന്ന് ചെയ്തത്. ആ മന്ത്രിസഭയിൽ, മൊറാർജി മന്ത്രിസഭയിൽ AB വാജ്പേയിയും LK അഡ്വാനിയും അംഗങ്ങളായിരുന്നു. പക്ഷേ അവർ പോലും മുതിരാൻ, ഇത്തരത്തിൽ ഈ വാക്കുകൾ നീക്കം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിക്കാൻ ധൈര്യം കാട്ടാതിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ BJPയും RSSും ഈ രണ്ട് പദങ്ങളും ഇതിൽ നിന്ന്, ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യത്തിലൂടെ ഉന്നയിക്കുകയും അതിനായി ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഹാഷ്മി, മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണെന്നും കേശവാനന്ദ ഭാരതി SR ബൊമ്മ കേസുകൾ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ് ബി ദിലീപ്. മാത്രമല്ല ഇത് പലയാവർത്തി കോടതി വ്യവഹാരങ്ങളിൽ അക്കാലം മുതൽ വരുമ്പോഴൊക്കെ ഇതിന്
ഒരു ഡിഫൈൻഡ് സ്റ്റാൻഡ് ഉണ്ട്. അത് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിനെതിരായ നിലപാടല്ലെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് മറ്റൊരു മതത്തിന് മുകളിൽ ഏതെങ്കിലും പ്രത്യേകതയില്ലെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകൂല്യമോ ഏതെങ്കിലും പ്രത്യേക സ്റ്റാറ്റസോ ഇല്ല എന്നും തെളിയിക്കുന്നതിനുള്ള എല്ലാ മതങ്ങളും തുല്യാവകാശങ്ങളുള്ള മതങ്ങളാണ് രാജ്യത്ത് എന്നതിനുള്ള ഒരു പദാവലിയാണ് സെക്കുലറിസം എന്ന പദാവലി എന്നൊക്കെ സുപ്രീം കോടതി പറയാവർത്തി അത് സ്റ്റേറ്റഡ് പൊസിഷനാണ്. അപ്പോൾ അതിൽ മാറ്റം ഉണ്ടാക്കണമെന്നും അത് ഭരണഘടനാ ഭേദഗതി വരുത്തണമെന്നൊക്കെ ദത്താത്രേയ ഹോസബല എന്ന് പറയുന്ന RSSന്റെ ടോപ്പ് ബ്രാസിലുള്ള ഒരാൾ പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ ഉടൻ തുടങ്ങാൻ പോകുന്ന ഒരു പക്ഷേ കോൺഗ്രസ് ഒക്കെ നേരത്തെ ആരോപിക്കുന്ന പോലെ ഭരണഘടനയെ കൈവക്കാൻ പോകുന്നു എന്ന നീക്കത്തിലേക്കുള്ള ഒരു പ്രസ്താവനയായി ആ ഗൗരവത്തിൽ കാണണ്ടേ ഹോസബലയുടെ വാക്കുകൾ? ദിലീപ്. ഹാഷ്മി, BJPയെ സംബന്ധിച്ച് ഈ ഭരണഘടനയിലുള്ള ഈ 2 വാക്കുകൾ അത് നീക്കം ചെയ്യണമെന്ന ആവശ്യം നേരത്തെ തന്നെ അവർ ഇക്കാര്യത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ ആവശ്യം വളരെ ശക്തമായി ഇപ്പോഴാണ് BJPയും RSSും ഒക്കെ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഭരണഘടനയെ സംബന്ധിച്ച് പോലും BJPക്കും RSSനും ഒക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. അത് നേരത്തെ തന്നെ അവരുടെ പല നേതാക്കളും സർസംഘചാലകന്മാരടക്കം അക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ഭരണഘടന എന്ന് പറയുന്നത് നേരത്തെയുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ സമ്പ്രദായത്തിൻ്റെ ഒരു തുടർച്ച, അവരുടെ സംസ്കാരത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഭരണത്തിനനുസരിച്ച് രാജ്യത്തെ മാറ്റുന്നതിനുള്ള ചില വ്യവസ്ഥകളും അത്തരം വാചകങ്ങളൊക്കെയാണ് ഈ ഭരണഘടനയിലുള്ളത്. അതൊക്കെ മാറ്റി അതിനെ ഒരു ഭാരതീയമാക്കണം എന്ന കാര്യമായിരുന്നു നേരത്തെ മുതൽ തന്നെ RSSൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ നട്ടെല്ലെന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണെന്ന് പലപ്പോഴും സുപ്രീം കോടതി, രാജ്യത്തെ പ്രധാനപ്പെട്ട ഹൈക്കോടതികളൊക്കെ ഇക്കാര്യത്തിലുള്ള പല വിധികളിലും അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ പാർലമെൻറ്റിലൊക്കെ കേവല ഭൂരിപക്ഷം മാത്രം പോരെ, വ്യക്തമായ ഭൂരിപക്ഷം തന്നെ ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ BJPയുടെ ലക്ഷ്യം, നേരത്തെ അവർ പല ലക്ഷ്യങ്ങളും നിറവേറ്റിയിരുന്നത് പോലെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം, നിയമനിർമ്മാണ സഭകളിലെ ഭൂരിപക്ഷമൊക്കെ ഉപയോഗിച്ച് നടപ്പാക്കിയതുപോലെയുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഈ ഭരണഘടനയിലെ ഇത്തരം വാക്കുകൾ നീക്കം ചെയ്യണം എന്നതടക്കം അതിനുള്ള ഒരു സൂചനയായി, നാന്ദിയായി നമുക്ക് ഈ ദത്താത്രേയ ഹൊസബളയുടെ വാക്കുകളെ കാണാം. ഹാഷ്മി. ദിലീപ് കുമാർ, ഇവിടെ പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു പ്രചരണ ആയുധം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഭരണഘടന. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പങ്കെടുത്ത പ്രചരണ യോഗങ്ങളിലൊക്കെ ചുവന്ന ചട്ടയുള്ള ഭരണഘടന ഉയർത്തിപ്പിടിച്ച് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് കോൺഗ്രസ് പ്രധാനമായി പറഞ്ഞത് ഈ 400 പാർ അല്ലെങ്കിൽ 400 മുകളിൽ എന്ന മാൻഡേറ്റ് BJP ആവശ്യപ്പെടുന്നത് ഈ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാനാണ് എന്നതായിരുന്നു അവരുടെ പ്രധാന വാദം. അതൊരു പരിധിവരെ വിജയിക്കുന്നതൊക്കെ നമ്മൾ റിസൾട്ടാനന്തരം കാണുകയും ചെയ്തു. അതിൻ്റെ കോൺഗ്രസ്, ഈ ഹോസബലയുടെ പ്രതികരണത്തിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? കേവലം പ്രസ്താവനയ്ക്കപ്പുറം ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് പരിപാടിയുണ്ടോ? ദിലീപ് കുമാർ. ഹാഷ്മി, കോൺഗ്രസിൻ്റെതായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും അത് അവരുടെ ജനപ്രതിനിധികൾ സത്യവാചകം ചൊല്ലുന്നതിന് വേണ്ടി പാർലമെൻറ്റിലേക്ക് ഇത്തവണ എത്തിയപ്പോഴുമൊക്കെ ഈ ഭരണഘടന അവർ ഉയർത്തിക്കാട്ടിയിരുന്നതാണ്. ഭരണഘടനയാണ് ഇന്ത്യയുടെ അടിസ്ഥാന ശില എന്നതാണ് എപ്പോഴും കോൺഗ്രസ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കോൺഗ്രസ് പോകുന്നതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ കഴിഞ്ഞ ഈ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് പുതിയതായി അവിടെ പാർലമെൻറ്റ് സമ്മേളനം ചേരുമ്പോൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്ന ഭരണഘടനാ പകർപ്പിൻ്റെ ആമുഖത്തിൽ ഈ വാചകങ്ങൾ ഉണ്ടായിരുന്നില്ല. സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകളില്ലാതെയാണ് ആ കോപ്പികൾ അന്ന് വിതരണം ചെയ്തത്. അതിന്ന് BJP അതിനെ ആധാരമായി പറഞ്ഞിരുന്നത് ഇത് നേരത്തെയുള്ള, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുള്ള ഭരണഘടനയാണ്. ഈ ഭേദഗതികളില്ലാത്ത ഭരണഘടനയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന വാചകങ്ങളില്ലാത്ത ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ പകർപ്പുകളാണ് നൽകിയത് എന്നായിരുന്നു അന്ന് BJP നേതാക്കളൊക്കെ അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ച് ഈ ഭരണഘടനാ ഭേദഗതി, ഈ വാചകങ്ങൾ നീക്കം ചെയ്യണം എന്ന ആവശ്യത്തിലേക്ക് അവർ വൈകാതെ കടന്നേക്കും. ഇപ്പോൾ കടന്നില്ലെങ്കിലും ഏതായാലും അതിനുള്ള സൂചന തന്നെയാണ് BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുടെ വാക്കുകളിൽ തെളിയുന്നത്. നേരത്തെ മുതൽ തന്നെ RSSും BJPയും ഒക്കെ ഭരണഘടനയെ സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതവർ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി കൂടി ഇപ്പോൾ ഈ RSS സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ കാണാം. ഹാഷ്മി. ദിലീപ് കുമാർ, അന്ന് BJP നേതാക്കളായ സുബ്രഹ്മണ്യ സ്വാമി, അശ്വിനി കുമാർ ഉപാധ്യായ, പിന്നെ ഈ വിഷ്ണു ശങ്കർ ജെയിൻ, നമ്മുടെ ഈ മറ്റേ ഗ്യാൻവാബി കേസിലൊക്കെ ഹർജിക്കാരനായ വിഷ്ണു ശങ്കർ ജെയിൻ എന്നിവരുടെ ഹർജിയിൽ സുപ്രീം കോടതി വളരെ വിശാലമായി തന്നെ ഇതിൻ്റെ വാദം കേട്ടതാണ്.
നേരത്തെ ബി ദിലീപ് കുമാർ പറയുന്ന പോലെ സോഷ്യലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിൽ അതിനെ ക്ഷേമരാഷ്ട്രം എന്ന കൺസെപ്റ്റിൽ എടുത്താൽ മതി, അല്ലാതെ സോഷ്യലിസത്തിൻ്റെ അതിൻ്റെ ക്ലാസിക്കൽ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. മതേതര മതത്തിനെതിരാണ്, എല്ലാ മതങ്ങൾക്കും എതിരാണ് എന്ന സങ്കല്പം പൂർണ്ണാർത്ഥത്തിൽ മാറുന്നു എന്നൊക്കെ വളരെ വിശദമായി തന്നെ സുപ്രീം കോടതി അതിൽ വാദം കേൾക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. മാത്രമല്ല RSSൻ്റെയും BJPയുടെയും ഈ രണ്ട് വാക്കുകളോടുള്ള വിപ്രതിപത്തി അത് മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ തുടങ്ങിയതുമല്ല. സ്വാഭാവികമായും വലിയ കടുത്ത നിയമ പോരാട്ടത്തിലേക്കൊക്കെ ആ കാര്യങ്ങൾ പോകാൻ പോകുന്നു എന്ന സൂചന കൂടിയാണോ ഹൊസബളിയുടെ വാക്കുകൾ? ദിലീപ്, ഹാഷ്മി, ഈ ഭരണഘടന ആദ്യം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ഒരുപക്ഷെ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ഭരണഘടന ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. പക്ഷേ ഭരണഘടനാ ശില്പികൾക്കും ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനുമൊക്കെ രാജ്യത്തെ സോഷ്യലിസ്റ്റ് സങ്കല്പത്തെക്കുറിച്ച്, അത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ചില നയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മതേതരത്വ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ഇതൊക്കെ പലപ്പോഴും BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവുമൊക്കെ പല അവസരങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. പിന്നീട് നമുക്കറിയാം, ബാങ്ക് ദേശസാൽക്കരണമൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വരുന്നു. ആ ബാങ്ക് ദേശസാൽക്കരണം എത്രത്തോളം ഈ രാജ്യത്തെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തകർന്നടിയുമ്പോഴൊക്കെ ഇന്ത്യൻ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയിരുന്നത് ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണം അടക്കമുള്ള നേരത്തെ സ്വീകരിച്ചിരുന്ന ചില നടപടികളാണ് എന്നത് തെളിഞ്ഞിട്ടുള്ളതാണ്. അത്തരം കാഴ്ചപ്പാടുകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അത് ആ സോഷ്യലിസ്റ്റ് സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടാണ് ബാങ്ക് ദേശസാൽക്കരണത്തിലോട്ടൊക്കെ അന്ന് ഇന്ദിരാഗാന്ധി കടന്നത്. ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ഈ സോഷ്യലിസ്റ്റ് ധാരയോട് തന്നെ സോഷ്യലിസ്റ്റ് ധാര വേണം എന്ന് അതുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന സോഷ്യലിസ്റ്റ് നേതാക്കളാകട്ടെ, ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കളാകട്ടെ, ഇവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളോട് വിയോജിപ്പുള്ളവരായിരുന്നു. പക്ഷേ ഈ ഭരണഘടനയിൽ ഇത്തരം വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത് അത് ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എന്ന നിലയിൽ, അത് അന്നത്തെ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെപ്പോലെ, സോവിയറ്റ് യൂണിയനെ പോലെ, മറ്റ് രാജ്യങ്ങളെ ഈ സോഷ്യലിസം നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിലെ പോലെയുള്ള ഒരു വ്യവസ്ഥിതി ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നതായിരുന്നില്ല. സ്വകാര്യ സ്വത്തുകൾ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് ഭരണാധികാരികൾ പിന്തുടർന്നിരുന്നത്. അതാണ് സുപ്രീം കോടതിയും ആ വിധിന്യായത്തിൽ 2024 നവംബറിലെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതും അത്തരം കാര്യങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ അതിനെ കണ്ടാൽ മതി എന്നതാണ് കോടതി അന്ന് അടിവരയിട്ട് പറഞ്ഞത്. അതേസമയം തന്നെ മതനിരപേക്ഷതയുടെ കാര്യത്തിലും ഭൂരിപക്ഷ മതം അത് ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവർക്ക് ഒരു ഭീഷണിയാവുകയോ അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുകൂടി ഭരണഘടനാ ശില്പികൾ കണക്കിലെടുത്തിരുന്നതാണ്. അതും പിന്നീട് ഭരണഘടനയുടെ ഭാഗമായി വരികയാണ് ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായ ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് വിശാലമായ തലത്തിൽ, വിശാലമായ അർത്ഥത്തിൽ അത് വ്യാപകമായ ഒരു ചർച്ചയ്ക്ക് കൂടി വഴിയൊരുക്കട്ടെ എന്ന് കരുതാം. ഹാഷ്മി. ഓക്കെ, ബി ദിലീപ് കുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായ സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ട് വാക്കുകൾ എടുത്ത് കളയണം എന്നുള്ളത് RSSൻ്റെ നേരത്തെയുള്ള സ്റ്റേറ്റഡ് പൊസിഷനാണ്. അതൊരിക്കൽ കൂടി ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പാക്കണമെന്ന് ദത്താത്രേയ ഹോസബലെ ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ഭൂപടമല്ല യഥാർത്ഥ ഭൂപടം, അത് അഖണ്ഡ ഭാരത സങ്കല്പമാണ്, റിയൽ സങ്കല്പം എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മൾ ഈ പോയ ദിവസങ്ങൾ തന്നെ കേട്ടതാണ്. ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടിയാക്കണമെന്നൊരു BJPയുടെ RSSൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്തോ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.